ഏകദേശം നമ്മളത് പറഞ്ഞതിന് ശേഷം മാത്രം 2500 പോയിന്റ് നമ്മൾ താഴത്തേക്ക് നമുക്ക് ഏകദേശം വ്യൂ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. സൊലാനയിൽ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. സൊലാനയിൽ നമ്മുടെ പ്ലാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 71 റേഞ്ചിൽ, ഏകദേശം 71.5 റേഞ്ചിൽ നമ്മളൊരു ബൈങ് എൻട്രി നോക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു പ്ലാൻ പ്ലോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി നമ്മൾ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ പുതിയൊരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ മാർക്കറ്റിൻ്റെ ഈ ഒരു സോൺ 84,200 റേഞ്ചിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നൊരു ബൈ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനർത്ഥം ഓൾറെഡി നമ്മുടെ വ്യൂ മാർക്കറ്റ് താഴത്തേക്ക് തന്നെയാണ്. മീൻസ് ഈ ഒരു റേഞ്ച് വരെ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. ഏകദേശം നമ്മളത് പറഞ്ഞതിന് ശേഷം മാത്രം 2500 പോയിന്റ് നമ്മൾ താഴത്തേക്ക് നമുക്ക് ഏകദേശം വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രേഡ് സ്കിപ്പ് ചെയ്തത്. നമുക്ക് ഓൾറെഡി ഇതൊരു ട്രേഡ്സ് ആണ്. മുകളിൽ നിന്ന് ഈ പറഞ്ഞ 2500 പോയിന്റ് വരെ, ഈ കാണുന്ന 2500 പോയിന്റ് വരെ നമുക്ക് ഓൾറെഡി വേണമെങ്കിൽ ട്രേഡ്സ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ഡയറക്ഷന് എതിരായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ്സ് എടുക്കാതിരുന്നതും നമ്മൾ ഈ ഒരു സോണിലേക്ക് കിട്ടിയാൽ ഇവിടെ നിന്നൊരു ബൈ എൻട്രി പ്ലാൻ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. താഴത്തേക്കുള്ള ട്രേഡ്സും പിടിക്കാം, അല്ലെങ്കിൽ താഴത്തേക്കുള്ള പ്രോഫിറ്റും എടുക്കാം, മുകളിലേക്കുള്ള പ്രോഫിറ്റും എടുക്കാം എന്നുള്ള മൈൻഡിലായാലും ട്രേഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മുടെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഓൾറെഡി നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ സോണിൽ ഇതൊരു ഡിമാൻഡ് സോണാണ്. 1 hour ടൈം ഫ്രെയിമിൽ ഇതൊരു ഡിമാൻഡ് സോണാണ്. ഇവിടത്തേക്ക് ട്രേഡ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:3 ആണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ച് ഇതിലെന്ത് ചെയ്യും, മാറ്റം വരുന്നതാണ്. സൊലാനയിൽ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. സൊലാനയിൽ നമ്മുടെ പ്ലാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 71 റേഞ്ചിൽ, ഏകദേശം 71.5 റേഞ്ചിൽ നമ്മളൊരു ബൈങ് എൻട്രി നോക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു പ്ലാൻ പ്ലോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി നമ്മൾ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തതാണ്. നമ്മുടെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊലാനയുടെ ഒരു വ്യൂ. അതുപോലെ യഥേതരത്തിൽ നമ്മൾ സെയിം വ്യൂ ആണ് ഓൾറെഡി കൊടുത്തിരുന്നത്. മാർക്കറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സോണിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി ഓൾറെഡി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ 3 ട്രേഡ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. എപ്പോഴാണോ മാർക്കറ്റ് ഇവിടത്തേക്ക് നമ്മൾ ഓൾറെഡി ലിമിറ്റ് പ്രൈസിൽ സെറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ മാർക്കറ്റ് ഇവിടത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ എൻട്രി ട്രിഗർ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. ഓൾറെഡി നമുക്ക് കൺഫർമേഷൻ കാണും മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് എത്തും എന്നുള്ള കൺഫർമേഷൻ ഓൾറെഡി നമുക്ക് കാണും. എന്നിരുന്നാലും നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ് ചെയ്യുക. അതല്ല, നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്രേഡ് ചെയ്താൽ ടാർഗറ്റ് വെക്കേണ്ടത് ഏതാണോ നിയറസ്റ്റ് ലിക്വിഡിറ്റി, ആ ലിക്വിഡിറ്റിയെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ടാർഗറ്റ് വെക്കുക. ഓൾറെഡി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ക്രിപ്റ്റോയെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി നമ്മൾ ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഈ ലിക്വിഡിറ്റി കൺസെപ്റ്റും അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ ഡയറക്ഷനിൽ മാത്രം ട്രേഡ് ചെയ്യുക. അതല്ല, നോൺ ഡയറക്ഷനിൽ നിങ്ങൾ ഇതുപോലുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ട്, മാർക്കറ്റ് ഇവിടെ എത്തും എന്നൊരു കൺഫർമേഷൻ ഉണ്ട്, മാർക്കറ്റ് ഈ റേഞ്ചിൽ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടത്തേക്കുള്ള ഈ ട്രേഡ്സ് പിടിക്കണമെന്ന് നിങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ട്രേഡ്സ് ആക്കണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്നൊക്കെ താഴത്തേക്ക് നോൺ ഡയറക്ഷണൽ ട്രേഡ് എടുത്താൽ ഏതാണോ നിയറസ്റ്റ് ലിക്വിഡിറ്റി ആ നിയറസ്റ്റ് ലിക്വിഡിറ്റി മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ താഴത്തേക്ക് ട്രേഡ്സ് എടുത്താൽ ഇവിടുന്ന് ഈ ഒരു സോൺ വരെ വെയിറ്റ് ചെയ്യരുത്. ലിക്വിഡിറ്റീസ് കണ്ടെത്തിയതിന് ശേഷം അവിടങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ ട്രേഡ്സ് ആക്കുക. ഏറ്റവും ബെസ്റ്റ് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഈ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഫ്രീ ആയിട്ടൊരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അത് ജോയിൻ ചെയ്താൽ നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങളെ അതിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇവിടെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സോണിലേക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രേഡ്സുകൾ എടുക്കാവുന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്, മാർക്കറ്റാണ്, റിസ്ക് എടുക്കുന്നവർ വിജയിക്കും, അല്ലാത്തവർ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു നോക്കാം. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് ഇത് പ്രോഫിറ്റ് ആണോ അതിൽ ലോസ് ആണോ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പം ബൈ ഓൾ.